അപ്പൊ കൂടാതെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു വലിയ സംഭവങ്ങളൊന്നുമല്ല, നിസ്സാരമായിട്ടൊരു ഒരു കാര്യമാണ്. ഇപ്പൊ ചോദിക്കും ഇതാണോ സംഭവം? വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. എന്നാലും നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് ഒരു പഴംപൊരിയാണ്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ്, കൂടുതൽ എണ്ണയൊന്നും ചെലവാക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയാണ്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഏത്തക്കയാണ്. ഞാൻ ഇപ്പോൾ 1/2 കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പൊ എനിക്ക് പഴുപ്പ് കുറവായിട്ടാണ് കിട്ടിയത്. പഴുത്തതാണ്, പക്ഷെ തൊലിയൊക്കെ കറുത്താണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്കിതൊന്ന് തൊലിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതാണ്ട് നമ്മൾ ഏത്തപ്പഴം തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോൾ എത്ര കനം വേണോ അതനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പം വളരെ നൈസായിട്ടാണ് എടുക്കുന്നത്, എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഏത്തപ്പഴം എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, നീളത്തിന്. ഇനി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കോഴിമുട്ടയാണ്. നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് അതിനകത്തൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഏത്തക്ക ഈ നമ്മളെ മുട്ടയ്ക്കകത്തൊന്ന് മുക്കിയെടുക്കാം. നമുക്ക് അരിപ്പൊടിക്കകത്തിട്ട് നല്ലോണം കുളിപ്പിക്കാം. നല്ല രീതിയിൽ ഒന്ന് കോട്ടാവണം. ഇത് നമ്മൾ തവ വെച്ചിട്ടുണ്ട്. എണ്ണ കുറച്ച് മാത്രം എണ്ണ മതി നമുക്ക് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഇപ്പൊ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ ഏകദേശം നമുക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കി കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. വലിയ സംഭവങ്ങളൊന്നും അല്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കഴിക്കാൻ പറ്റുക. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ.